രണ്ടാമത്തെ മരണമാണ്. ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടി തെറിച്ച് മരിച്ചാണ്. രണ്ടാമത് എൻ്റെ പെങ്ങള് അതിനെ അവളെ ബുദ്ധിമുട്ടായിട്ട് മരിച്ചാണ്. അത് എൻ്റെ മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, എങ്ങനെയും ജീവിച്ച് പോട്ടെ ചോദിച്ചു നിന്നാണ്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. സംഭവിച്ചപ്പോൾ ഇതുവരെ ഇക്കണ്ട് ദിവസമായി, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു വാൽനൊന്നും കിട്ടിയില്ല. അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത പെങ്ങളെ പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നോട് പാട് പറഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റ് വെച്ചിട്ടാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവിടെ ജീവിക്കണത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു ഞാൻ എങ്ങനെയും അവിടെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പറഞ്ഞത്. കണ്ണിൽ ചോര ഇറങ്ങി വന്ന് പിന്നെ ലാസ്റ്റ് എന്നോട് പറയുന്നത് വരെ അന്ന് ഞാൻ പറഞ്ഞു അത് എന്നോട് ഒരു വാക്കിനോട് പറഞ്ഞാൽ പോരെ, അത് അതോടുകൂടി നിർത്തിയാലേ നമുക്ക് ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചാണ്. അത് ഞാൻ അറിഞ്ഞില്ല. ലാസ്റ്റ് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അത് മുണ്ടൂല എന്നോട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അങ്ങനെ തല്ലിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് തന്നെ അന്ന് പനിയൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞില്ലേ പനിക്കാണ് എന്നെ തച്ചിട്ടാണ് അങ്ങനെ താട്ടിനോടും അല്ലാത്തതിനോടും ഇന്നോടൊക്കെ അവൾ പറഞ്ഞു. പിന്നെ ഞാൻ കാണും ചെയ്തോ. ആ ഒരു ദിവസം മുടി ആസ്പത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആസ്പത്രിയിൽ പോയി വന്നിട്ട് അവളെ കടക്കണോടത്തുനിന്ന് അവളെ വലിച്ചുകൊണ്ട് മൂപ്പരാണ് കൊണ്ടുപോയത്. കടക്കാൻ പാടില്ല പറഞ്ഞിട്ട് വലിച്ചുകൊണ്ടാണ് പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത്. അതിൽ എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. പോലീസ് മരണം നടന്ന സമയം മുതൽ പോലീസ് അതിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസിൽ വരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, കൃത്യമായിട്ട് അന്വേഷണം വരണ്ടേ. ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടി അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തേണ്ടതന്നെയാണ്. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.